നമ്മളൊക്കെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ഫോട്ടോസ് എന്നൊരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്ലിക്കേഷൻ പല മൊബൈൽ ഫോണിലും ആ ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ അതിനകത്തുള്ളൊരു ആപ്ലിക്കേഷൻ, അതായത് സിസ്റ്റം ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഗൂഗിൾ ഫോട്ടോസ് എന്നത്. അതായത് അധിക മൊബൈൽ ഫോണിലും ഗാലറി ഉണ്ടായിരിക്കില്ല, ഗാലറിക്ക് പകരം ഈ ഗൂഗിൾ ഫോട്ടോസ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഈ ഗൂഗിൾ ഫോട്ടോസ് നമ്മൾ ബാക്കപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ഈ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ബാക്കപ്പ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ബാക്കപ്പ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് വരുന്ന എല്ലാ ഫോട്ടോസും ഈ ഗൂഗിൾ ഫോട്ടോസിൽ സേവ് ആകും, ബാക്കപ്പ് ആകും. പിന്നീട് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോയാലും നമുക്ക് ഈ ഫോട്ടോസ് വെച്ചത് കാണാൻ സാധിക്കും. ഇനി ഏതെങ്കിലും കാലത്ത് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഗൂഗിൾ ഫോട്ടോസിൽ വെച്ച് നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞ ഫോട്ടോസ് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനൊക്കെ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്, നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നിന്നൊരു ഫോട്ടോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഫോട്ടോയിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കിത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ട് ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിക്കുന്നവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഓരോന്നും പരിശോധിക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഗൂഗിൾ ഫോട്ടോസ് എടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. എന്നാലാണ് അതിനകത്ത് നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളൊരു ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇതൊരു ഫോട്ടോസ് എടുത്തു. ഈ ഫോട്ടോസ് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ താഴെ ഭാഗത്തേക്ക് വരാം. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഷെയർ ബട്ടൺ ഉണ്ട്. നമ്മൾ സാധാരണ നമുക്ക് ഗാലറിയിൽ കാണുന്ന ഷെയർ ബട്ടണാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവിടെ രണ്ടാമതായിട്ട് നമുക്കിവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോയിൽ ഒരുപാട് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫോട്ടോയിൽ ഇവിടെ എൻഹാൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ആ ഫോട്ടോ കുറച്ചുകൂടി ലൈറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട്, നമുക്കതിൻ്റെ ഒരു ലൈറ്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമത്തെ വാം കാണാൻ സാധിക്കും. വാം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും അതിനകത്ത് ആ ഫോട്ടോ എത്രത്തോളം മാറി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ എൻഹാൻസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് തരം ഫിൽറ്റേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ ഓരോ ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലൂടെ മോർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗൂഗിൾ ഫോട്ടോസ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. നമ്മുടെ ഗാലറിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ഇത് ഉപയോഗിച്ച് കൂടുതൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ ഹൈലൈറ്റ്സ്, ഷാഡോ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഓരോന്നും പരിചയപ്പെടുന്നില്ല. നിങ്ങളൊരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ തന്നെ ഫോട്ടോ എടുത്ത് ഗൂഗിൾ ഫോട്ടോസിൽ വെച്ച് നിങ്ങൾക്ക് മനോഹരമായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇവിടെ ക്രോപ്പ് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ക്രോപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ചെരിക്കാനും അതുപോലെ ഏത് രീതിയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ ചെരിച്ചു വെക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് സൗകര്യം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായി പരിശോധിച്ചത്. രണ്ടാമത്തെ ലെൻസ്, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ്. ഈ ലെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലെൻസ് എന്ന് കാണുന്ന ഭാഗം നമ്മൾ സാധാരണ ഗൂഗിൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതായത് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് നമുക്കത് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഏതെങ്കിലും ഫോട്ടോസിനകത്ത് എന്തെങ്കിലും ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ലെൻസ് ക്ലിക്ക് ചെയ്യുകയാണ്, കാണാൻ സാധിക്കും. ലെൻസ് ക്ലിക്ക് ചെയ്തു, തുടർന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. ശേഷം ആ ഫോട്ടോ ഞാൻ ഒന്ന് മുകളിലോട്ട് വലിക്കുമ്പോൾ കാണാൻ സാധിക്കും ആ ഫോട്ടോയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫോട്ടോസും ഇവിടെ കാണാൻ സാധിക്കും. അതായത് ആ ക്യാമറ ലെൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് ഫോട്ടോയാണ് വേണമെങ്കിൽ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആ ഫോട്ടോ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തെടുക്കുക, ആ ഫോട്ടോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ അത് എവിടുത്തെ ഫോട്ടോയാണ്, അത് എങ്ങനെയാണ് ഗൂഗിളിലുള്ള ഫോട്ടോ ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസിൽ ഓപ്പൺ ചെയ്ത് ആ ഫോട്ടോ ഓപ്പൺ ചെയ്ത് ഈ ലെൻസ് ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഒന്ന് മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതാണ് നമുക്കിതിനകത്തുള്ള മറ്റൊരു ടിപ്സ്. ഇനി ഈ ലെൻസ് ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ഫോട്ടോ എടുക്കുന്നതിന് മുകളിലായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ്, ടെക്സ്റ്റ്, ഷോപ്പിംഗ്, പ്ലേസ്, ഡൈനിങ്, ഒരുപാട് ഓപ്ഷൻസ്. ഇവിടെ ഞാൻ ഈ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ശേഷം നമുക്ക് ഇതിനകത്ത് ഈ ഫോട്ടോക്കകത്ത് എന്തെങ്കിലും ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ലെൻസിനകത്ത് കുറച്ച് ചെറിയൊരു ടെക്സ്റ്റ് കാണാൻ സാധിക്കും. ഞാനത് ക്ലിക്ക് ചെയ്യാണ്, കാണാൻ സാധിക്കും ആ ടെക്സ്റ്റ് എല്ലാം കോപ്പിയായി.
ഇതാ കാണാൻ സാധിക്കും. ആ ടെക്സ്റ്റ് മൊത്തത്തിൽ കോപ്പി ആയിരിക്കുകയാണ്. ഇനി ഇവിടെ വെച്ച് എനിക്കിത് കോപ്പി ടെക്സ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി എനിക്കിവിടെ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ സാധിക്കും. ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ ഉണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ട്രാൻസ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ട്രാൻസ്ലേറ്റ് എടുത്തപ്പോൾ നേരെ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലോട്ട് പോയി. അപ്പോൾ എന്താണ് ആ ഒരു ലെൻസ് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് മലയാളത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് കാനോൻ്റെ സൂം ലെൻസാണ്. അതിൻ്റെ 55mm ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിവിടെ സെർച്ച് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. ഇതാണ് നമുക്കിതിനകത്തുള്ള മറ്റൊരു ഫീച്ചർ. ഇതിനിവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് ഇത്തരത്തിൽ ഏത് ഫോട്ടോ വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ ഫോട്ടോ വേണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തും എഡിറ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഫോട്ടോ കാണിച്ചത് മാത്രം. ഇനി നമ്മൾ മുകളിലുള്ള ഈ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആഡ് ടു ആൽബം. നിങ്ങൾക്ക് ഓരോ ആൽബം ഫോൾഡറായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു എവിടേക്ക് സ്ഥലത്തേക്ക് യാത്ര ചെയ്ത ഫോട്ടോ ആണെങ്കിൽ അത് മൊത്തത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോ ഒക്കെ നിങ്ങൾക്കൊരു ആൽബമാക്കി ഒരു പ്രത്യേക ഒരു ഫോൾഡറാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഇവിടെ മൂവ് ഇറ്റ് ടു ആർക്കൈവ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റാം. ഡിലീറ്റ് ഫ്രം ഡിവൈസ്, നമ്മുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം. മൂവ് ഇറ്റ് ടു ലോക്ക്ഡ് ഫോൾഡർ, നമുക്ക് ലോക്ക് ഫോൾഡറിലേക്ക് മാറ്റാനുള്ള, അതായത് നമുക്ക് ഈ മൂവ് ടു ലോക്ക് ഫോൾഡർ ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഫോട്ടോ ഒരു പാസ്വേഡ് ഒക്കെ ഇട്ട് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാനൊക്കെ സാധിക്കും. അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് കണ്ടിന്യൂ ക്ലിക്ക് കഴിഞ്ഞാൽ തുടർന്ന് മൂവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കഴിഞ്ഞാൽ ആ ഒരു ഫോണിലേക്ക് ആ ഒരു ലോക്ക് ഫോൾഡറിലേക്ക് പോകും. ആ ലോക്ക് ഫോൾഡർ എവിടെയാണെന്ന് ഞാൻ അവസാനം കാണിച്ചു തരാം. ശേഷം അടുത്തായിട്ട് യൂസ് ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക്, വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഫോട്ടോ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സ്ലൈഡ് ഷോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള മൊത്തം ഫോട്ടോസും ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്ലൈഡ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലൈഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ പ്രിന്റ് എന്നുള്ള ഓപ്ഷനാണ്. ഇതൊരു PDF ഫയലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ PDF ഫയലായിട്ട് സൂക്ഷിക്കണമെങ്കിൽ ഈ പ്രിന്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഫോട്ടോയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്ന സമയവും ഡേറ്റും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ പെൻ ഐക്കണുണ്ട് അവസാന ഭാഗത്ത് ഡേറ്റ് ടൈം കാണുന്നിടത്ത് കാണാൻ സാധിക്കും 2021 നവംബർ മാസത്തിലെടുത്ത ഫോട്ടോയാണിത്. ഇത് ഇവിടെ ഈ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ആക്കി മാറ്റാൻ സാധിക്കും. ഈ ഡേറ്റ് ഭാഗത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് കലണ്ടർ ഏത് ദിവസമാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. താഴെ ഭാഗത്ത് സമയമുണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സമയം സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു സമയം ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് ലൊക്കേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലേക്കാണ് ഈ ഫോട്ടോ ആഡ് ചെയ്യണത്, അതായത് ഈ ഫോട്ടോ എടുത്തിരിക്കുന്ന ലൊക്കേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സ്ഥലം എവിടെയാണെങ്കിൽ അത് ഫോട്ടോയിൽ ലൊക്കേഷൻ നമ്മൾ എനേബിൾ ചെയ്തെടുത്ത ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോയുടെ ഡീറ്റെയിൽസ് നമുക്ക് ലൊക്കേഷൻ കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് അതിന് ലൊക്കേഷൻ ഒരു ഫേക്ക് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൊക്കേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. വേണ്ട ലൊക്കേഷൻ ഇവിടെ ഏറ്റവും മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാലിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും കാലിക്കറ്റ്, കോഴിക്കോട്, കേരള എന്ന് കാണാൻ സാധിക്കും. അത് സെലക്ട് കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ ആ ഒരു ലൊക്കേഷൻ ആഡായി മാറുന്നത് കാണാൻ സാധിക്കും. ഇനി ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് എവിടെയാണെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനോഹരമായിട്ട് എഡിറ്റ് ചെയ്യാനും അതിനകത്തുള്ള ഒരുപാട് ഫീച്ചേഴ്സുകൾ ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഗൂഗിൾ ഫോട്ടോസിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചേഴ്സുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.